പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് തെരുവിൽ അലയുന്ന പെൺകുട്ടികളുടെ കഥകൾ നമ്മുടെ പെങ്ങളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ മകളോ നാളെ വന്നിട്ട് എനിക്കൊരു ആക്റ്റീവ് വേണം, എനിക്കും ഒന്ന് സ്വന്തമായി വാഹനം ഓടിച്ചു പോകാനാണ് എന്ന മോഹം പറയുന്നിടത്തേക്ക് എത്തുന്ന കാലമാണ്. ഗൾഫുകാരന്റെ ആശ്വാസമാണ് ഞാൻ വീട്ടിലില്ലെങ്കിലും എല്ലാ കാര്യവും രാവിലെ മോനെ കൊണ്ടാക്കാനും പിന്നെ മകളെ കൊണ്ടാക്കാനും പിന്നീട് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാനും വൈകുന്നേരം അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാനും എല്ലാം എന്റെ പ്രിയപ്പെട്ട ഭാര്യയങ്ങ് ചെയ്തുകൊള്ളും എന്ന നിലക്ക് സാന്ത്വനിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സഹോദരാ, ഇന്ന് നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ ദിനാനുദിനം വർദ്ധിച്ചു വരികയാണ്. തെരുവിലൂടെ അതാ നഗ്നതാ പ്രദർശനം നടത്തുന്ന പെൺകുട്ടികൾ ജാടയുടെയും മോഡലുകളുടെയും പിന്നിൽ വാഹനങ്ങളിൽ ചീറിപ്പാറുന്ന കാലം വരുമ്പോ ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത്? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഖിംനസ്സലാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ വേദമാകുന്ന ഖുർആൻ ഇന്നലകളിൽ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള രീതിശാസ്ത്രമാണ്. കഅബാലയത്തിന്റെ മുന്നിലൂടെയും അതുപോലെ മക്കായിലെ തെരുവോരങ്ങളിലൂടെയും വേണ്ട പോലെ നഗ്നതകൾ മറയ്ക്കാതെ പെൺകുട്ടികൾ ആറാടും 6-ാം നൂറ്റാണ്ട്. ആ ജനതയെ തുണിയുടുപ്പിച്ച മതമാണ് ഇസ്ലാം. ഉരിഞ്ഞാടിയിലുന്ന ഒരു ജനതയ്ക്ക് വസ്ത്രത്തിന്റെ സംസ്കാരം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. കല്ലിന്റെ ആറുകളിൽ കിടക്കണമെന്ന് കൊതിയെഴുതി വച്ചിരുന്ന ഒരു ജനതയെ മദ്യമുക്തമായ രാജ്യങ്ങൾ തീർത്ത മതമാണ് ഇസ്ലാം. അരുതായ്മയുടെ ആലയങ്ങളിൽ നിവേദ്യം പോലെ ഒരുമിച്ചുകൂടിയ ഒരു ജനതയെ ആശാസ്യമായ രീതിശാസ്ത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന മതമാണ് ഇസ്ലാം. ആ ഖുർആൻ പറയുകയാണ്, പെൺകുട്ടികളെ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയ്യ കാലഘട്ടത്തിലെ പെണ്ണുങ്ങള് തുണി ഉടുത്തും ഉടുക്കാതെയും പകുതി ഉടുത്തും ഒരിഞ്ഞുമെല്ലാം തെരുവിലൂടെ അലഞ്ഞതുപോലെ അലയാൻ പാടില്ല എന്ന് പറയുമ്പോ ഇന്ന് 2 വീലറിലൂടെ തെരുവലയുന്ന പെൺകുട്ടികൾക്ക് ബാധകമാണ് ഈ ആയത്ത്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഇന്നലകളിൽ ഈമാനികമായി ജീവിച്ച മഹതികൾ സ്വർഗീയ ആരാമത്തിലേക്ക് അവർ വിരാജിക്കാൻ പോയവരാ. ഇസ്ലാമിന്റെ ഭാഷയിൽ നിങ്ങൾ രാജ്ഞികളാ. അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ അനുഭവങ്ങളും സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാ. നിങ്ങളുടെ കൈവെള്ളയിലേക്ക് ആവശ്യമുള്ളതും മുഴുവനും എത്തിച്ചു തരാൻ ഭർത്താവിനെ ചുമതലപ്പെടുത്തിയ മതത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ മതത്തിന്റെ മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞ് എന്റെ മകളുടെ സംസ്കാരം, എന്റെ മകളും എന്റെ ഭാര്യയും ജീവിക്കേണ്ട സംസ്കാരം ഈമാനികമാകണമെന്ന് കണിശതയില്ലാത്ത ജനതയാണ് ഇവിടെ ജീവിക്കുന്നത്. എന്റെ പ്രിയമുള്ള യുവാക്കളെ, അതുകൊണ്ട് വരൂ ഇലൽ ഈമാനി ബില്ലാഹ്. നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം തരുമ്പോൾ ഇന്നലകളിൽ ജീവിച്ച മഹാന്മാരനുഭവിച്ച യാതന എത്രയാണ്. അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തെ അവഹേളിക്കുന്ന ഒരുപാട് കിങ്കരന്മാരെ വേണ്ടതുപോലെ നിയന്ത്രിച്ച മഹാന്മാരാണ്. فخرج من المدينة 5 من الخزرج إلى حصن أبي رافع بخيبر